ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസോ നടക്കാൻ കഴിയാത്ത ചില പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയറിൻ്റെ റിവ്യൂ ആണ്. ഈ വീൽ ചെയർ വരുന്നത് മദർമെഡ് എന്ന ബ്രാൻഡിൻ്റെ 5010 എന്ന മോഡലാണ്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ വന്നിട്ടുള്ളത്. ഉള്ളിൽ നല്ല സ്റ്റീൽ ഫ്രെയിമും അതുപോലെ പുറംഭാഗത്ത് നല്ല ക്രോം സപ്പോർട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ക്രോം ഫിനിഷ്ഡ് വരുന്നത് കൊണ്ട് നമ്മൾ ഈ ബാത്റൂമിലൊക്കെ അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം കൊണ്ട് ഉണ്ടാകുന്ന കൊറോഷൻസ്, ഈ തുരുമ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിക്കാം. ഇത് ഈ വീൽ ചെയറിൻ്റെ ബാക്ക് വ്യൂ അതുപോലെ സൈഡ് വ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അങ്ങനെ തന്നെ എന്ന് പറയാം. ഇനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ വീൽ ചെയറിൻ്റെ സീറ്റ് ഭാഗം നോക്കാം. ഈ സീറ്റിൻ്റെ വെടുത്ത് വരുന്നത് 16 to 18 ഇഞ്ച് വരെയാണ്. നല്ല റെക്സിൻ ടൈപ്പ് വാഷബിൾ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു ബാക്ക് റെസ്റ്റും കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻസിന് ചെറിയ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജിങ് കേസും കൂടി ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഐറ്റമാണ് ആം റെസ്റ്റ്. ഇത് നമ്മുടെ പേഷ്യൻസിന് ഒരുപാട് സമയം നമ്മുടെ കൈയൊക്കെ ഹാൻഡ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടായിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ വരുന്നത് കേട്ടോ ബാക്കിലുള്ള ഈ വീൽസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ പേഷ്യൻസിനെ പിടിച്ചുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഫ്ലോർ കൂടി മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള 2 കാസ്റ്റർ വീൽസ്, ഇത് നമ്മുടെ ഇൻഡോർ സ്പേസിലൂടെയൊക്കെ നല്ല സ്മൂത്തായിട്ട് ടേൺ ചെയ്ത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന ഒരു ഐറ്റമാണ് ഫൂട്ട് റെസ്റ്റ് എന്നുള്ളത്. ഈ ഫൂട്ട് റെസ്റ്റ് ഫോൾഡ് ചെയ്യേണ്ട രീതി ഇതുപോലെയാണ്. ഇത് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് രണ്ടും ഒരുപോലെ നമുക്ക് ഈസി ആയിട്ടും ഫോൾഡ് ചെയ്യാനും സാധിക്കും. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം. ഇത് ഈ വീൽ ചെയറിൻ്റെ ഒരു ബേസിക് പാർട്ട് കൂടിയാണ്. ഇത് സ്വന്തമായിട്ട് നമ്മുടെ പേഷ്യൻസിന് ഇതുപോലെ പ്രസ് ചെയ്താൽ തന്നെ ഇതിൻ്റെ വീൽസ് മൂവ് ചെയ്യുന്നത് സ്റ്റോപ്പാകും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്ക് ഭാഗത്ത് ബ്രേക്ക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പേഷ്യൻസിന് സ്വന്തമായിട്ട് നമ്മുടെ വീൽ ചെയർ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി വരുന്നതാണ് ഇതിൻ്റെ ഫോൾഡിങ് സിസ്റ്റം. നമ്മുടെ ഈ സീറ്റിൻ്റെ ഈ 2 ഭാഗം പിടിച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാം, അൺഫോൾഡ് ചെയ്യാം. ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും കഴിയും.